കണ്ണാ, ആ പത്രം ഇങ്ങെടുത്ത്. ജയേട്ടനല്ലാതെ ഇക്കാലത്ത് ആരെങ്കിലും വള്ളിയുള്ള അണ്ടർവെയർ ഉപയോഗിക്കോ? ഒരു ജട്ടി വാങ്ങിയിട്ട് മനുഷ്യ. നിനക്ക് എന്തറിയാം? ഇക്കാലത്തെന്നല്ല, എക്കാലത്തും അയഞ്ഞ അടിവസ്ത്രമാണ് നല്ലത്. ഇറുകിക്കിടക്കുന്ന അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കരുതെന്ന ആരോഗ്യ വിദഗ്ധന്മാര് പറയുന്നത്. അവിടെ വായുസഞ്ചാരം വേണം, വായുസഞ്ചാരം. അപ്പൊ ലോകത്തുള്ള സകലമാന മനുഷ്യരും ജട്ടി ധരിക്കുന്നതോ? നിനക്കെങ്ങനെ അറിയാം സകലമാന പേരും ജട്ടിയാ ധരിക്കുന്നതെന്ന്? മുറുകിക്കിടക്കുന്ന അടിവസ്ത്രം അപകടകാരിയാ. വല്ല ഗുസ്തിക്കാരോ ജിംനാസ്റ്റിക്കുകളോ മുറുകിയ വസ്ത്രം ധരിക്കട്ടെ. സാധാരണക്കാര് അയഞ്ഞ അടിവസ്ത്രം വേണം ധരിക്കാൻ. എനിക്കൊന്നും പറയാനില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യ. ആ, ഇന്നൊരു അവധി ദിവസമല്ലേ, ഞാനൊന്ന് പാടത്ത് പോയിട്ട് വരാം. മധുക്കുട്ടനോ? എന്താ രാവിലെ? ജയേട്ടനോ? രാവിലെ പാടത്തോട്ട് പോയല്ലോ, ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. വഴിയിൽ വെച്ച് കണ്ടില്ലേ? ഓ, കഥകളിയോ? എവിടെയാടാ? എന്തൊക്കെയാ പറയുന്നേന്ന് ആർക്കറിയാം? ഓ, അതാണോ കാര്യം? അത് മധുക്കുട്ടൻ തന്നെ അങ്ങ് പറഞ്ഞാ മതി. നീ രാവിലെ കാപ്പി കുടിച്ചോ? കാപ്പി കുടിച്ചോ രാവിലെ? എന്നാ വാ, ദോശ കഴിച്ചിട്ട് പോവാം. പഴങ്കഞ്ഞിയോ? തരാം. അകത്ത് വാ, അകത്തിരുന്ന് കഴിക്കാം. ഇവിടെയോ? ശരി, ഞാൻ എടുത്തിട്ട് വരാം. മതിയോ? വയറ്റിലൊരു അസ്വസ്ഥത. രാവിലെ പോയിട്ടങ്ങ് ശരിയായില്ല. വീടെത്തുന്നവരെ പിടിച്ചേക്കാൻ പറ്റുമോ? നോക്കാം. ജയദേവ്, മിസ്റ്റർ ജയദേവ്, വളരെ ഗുരുതരമായൊരു വിഷയം ജയദേവുമായി ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതിനാണ് വിളിച്ചത്. ജയദേവൻ എന്നെ പോലെ വായനാശീലവും ലോകപരിചയമുള്ള ആളാണല്ലോ. എന്നാര് പറഞ്ഞു? അത് നമ്മളെപ്പോലെ ഉയർന്ന ചിന്താഗതിയുള്ളവർ ഈ നാട്ടിൽ വളരെ കുറവാണല്ലോ.
ചർച്ചകൾ നമ്മൾ തമ്മിലാവുമ്പോൾ ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചും ലോകക്രമങ്ങളിലെ അസന്തുലിതാവസ്ഥയെക്കുറിച്ചും ഗാഢമായ ഒരു വിചിന്തനവും ഒരുപക്ഷെ ചില പരിഹാരങ്ങളും ഉയർന്നു വന്നേക്കാം. അതിരിക്കട്ടെ, മുമ്പ് പറഞ്ഞ എന്തുവാ ഗുരുതരമായ വിഷയം? സാമ്രാജ്യത്വ ശക്തികളുടെ കൊളോണിയലിസത്തിന്റെ പുനർനിർമ്മിതികളും ആഗോള സാമ്പത്തിക പ്രതിസന്ധിയും പരസ്പര പൂരകങ്ങളാണെന്ന് എപ്പോഴെങ്കിലും ജയദേവൻ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ എന്റെ ചിന്ത അതൊന്നും അല്ല. എപ്പോഴെങ്കിലും ചിന്തിച്ചു കാണുമല്ലോ. സഹാവിനിപ്പോ എന്താ വേണ്ടേ? ഇപ്പോഴത്തെ ആഗോള ജിയോ പൊളിറ്റിക്സ് ഉൾപ്പെടെ സമഗ്രമായ ഒരു സംവാദം. വരൂ, നമുക്ക് മെല്ലെ നടന്നുകൊണ്ട് സംസാരിക്കാം. ചർച്ച ചെയ്യാൻ പറ്റിയ സമയം. ചർച്ചയിൽ എങ്ങനെ നേരവും കാലവും ഒക്കെ നോക്കേണ്ട കാര്യമുണ്ടോ ജയദേവ? നോക്കണം, എനിക്കത് നോക്കണം. ജയദേവ് നിക്ക് ജയദേവ്. ചിന്താശേഷിയുള്ള വർഗബോധമുള്ള ഒരു മനുഷ്യനെന്ന നിലയ്ക്കാണ് ഞാൻ താങ്കളെ ഒരു സംവാദത്തിന് ക്ഷണിച്ചത്. ആ ക്ഷണം നിരസിക്കരുത്. സഹാവിന്റെ വീട്ടിൽ എന്തെങ്കിലും അടിയന്തരം ഉണ്ടെങ്കിൽ ക്ഷണിക്ക്, ഞാൻ വരാം. ഇപ്പൊ എനിക്ക് സമയമില്ല. ശരി. എടാ, എന്താ കാര്യം? ഇപ്പൊ എന്തായാലും ഒന്നും നടക്കില്ല. നമുക്കേ പിന്നെ കാണാം. പിന്നെ ഓ ഓ ആ ആ ഒരു മിനിറ്റ്
വീണല്ലോ ഭഗവാനെ. വഞ്ചിമൂട്ടിലമ്മേ, ഈ അന്ത്യനിമിഷത്തിൽ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുകയാണോ? ഒഴിയുന്നില്ലല്ലോ. അധിനിവേശങ്ങളുടെയും കടന്നാക്രമണങ്ങളുടെയും ചരിത്രം മാനവരാശിയുടെ ചരിത്രത്തോടൊപ്പം തന്നെ ചേർത്തു വായിക്കപ്പെടേണ്ടതാണ്. സംഘർഷാത്മകതയിലൂടെയും വർഗസമരങ്ങളിലൂടെയും നല്ലൊരു നാളേകൾ ഉരുത്തിരിയുമെങ്കിലും അനാവശ്യമായ രക്തച്ചൊരിച്ചിലുകൾ ഖേദകരമാണെന്നതിൽ മറിച്ചൊരഭിപ്രായം എനിക്കുമില്ല. എങ്കിലും വർഗസമരത്തിലൂടെ മാത്രമേ യഥാർത്ഥ വിപ്ലവം സാധ്യമാവൂ എന്നും നാം ഓർക്കേണ്ടതുണ്ട്. മിസ്റ്റർ ജയദേവ്, ഞാൻ പറഞ്ഞ വിഷയത്തില് വിശദമായ ഒരു സംവാദത്തിന് താങ്കൾക്ക് താല്പര്യമുണ്ടോ? ഒന്ന് പോടോ അവിടുന്ന്. ആ അപ്പൊ എവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? വർഗസമരം. ഒരു സമൂഹം അതിന് പാകമാകുമ്പോൾ മാത്രമേ യഥാർത്ഥ വിപ്ലവം സാധ്യമാവൂ. നിങ്ങളുടെ അച്ഛൻ രാവിലെ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ. അമ്മേ, ആ വേഗം വായിക്കേ. അച്ഛൻ ഇതെന്തു പറ്റി? അങ്ങോട്ട് പോയ പോലെ അല്ലല്ലോ വരവ്. ഒന്നും പറയാതിരിക്കാ ഭേദം. അതിനെന്താ ഉണ്ടായേ? ഇനി എനിക്കിതിന്റെ ആവശ്യമില്ല. അതെന്താ? ഇനി അണ്ടർവെയർ ഇല്ലാതെയാണോ നടക്കാൻ പോകുന്നത്? ഇനി എനിക്കിത് വേണ്ട. ഇതെന്തു പറ്റി? രാവിലെ പോകുന്നവരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. അടിവസ്ത്രത്തോട് പെട്ടെന്നൊരു വെറുപ്പ്. നിങ്ങൾക്കിത് എന്തിന്റെ കേടാ ജയേട്ടാ? എന്താ ഉണ്ടായെന്ന് പറ. കഴിഞ്ഞോ? മതി, ഇനി ഞാൻ പറഞ്ഞോളാം. നീ വാ.